ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, എന്നാൽ അതിൽ നിന്ന് പിന്മാറാനും കഴിയുന്നില്ല. ഹൃദയത്തിൽ വസിക്കുന്ന വികാരത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് എന്തെല്ലാമോ ഞാൻ ചെയ്തു പോകുന്നു. ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നവർ ഇപ്പോഴുമുണ്ട്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നവനാണ് ദൈവം. ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവയെ സ്നേഹിക്കാം. ദൈവം ഒന്നും മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കർമ്മരംഗങ്ങളിൽ അധർമ്മം പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിക്കുവാൻ കഴിവുണ്ടാകണമെങ്കിൽ ദൈവം ഹൃദയങ്ങളിൽ വസിക്കണം. മനുഷ്യൻ്റെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നവനായിട്ടാണ് ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പലരും ദൈവത്തിന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തവരാകാം. എന്നാൽ ആ ദൈവത്തെ ഹൃദയത്തിൻ്റെ സ്വീകരണമുറിയിൽ ഇരുത്താൻ മാത്രമേ തയ്യാറാകാറുള്ളൂ. ഹൃദയത്തിൻ്റെ പല രഹസ്യമുറികളും തുറന്നു കൊടുക്കാൻ അവർ തയ്യാറല്ല. ഹൃദയത്തിൻ്റെ എല്ലാ മുറികളും തുറന്ന് ദൈവത്തിന് പ്രവേശനം നൽകാതെ അധർമ്മത്തിൻ്റെ പ്രേരണകളെ നമുക്ക് പുറത്താക്കുവാൻ കഴിയില്ല. സത്യത്തിനു മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയൂ. നീതിയുടെയും ന്യായത്തിൻ്റെയും പാതയാണ് സത്യം. സത്യമാകുന്ന ദൈവത്തിന് ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രവേശനം നൽകാതെ തിന്മയുടെ പിടിയിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കുകയില്ല. സത്യമാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. സത്യത്തിൻ്റെ സാക്ഷികളായി നാം പ്രവർത്തിക്കുമ്പോൾ സ്വർഗരാജ്യം എന്ന പ്രതിഫലം നാം പ്രാപിക്കും. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.